അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. എന്ത് സംസാരിക്കണം എന്നത് ഒരു അറിവാണ്. എന്നാൽ എപ്പോൾ സംസാരിക്കണം എന്നത് ബുദ്ധിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം സംസാരത്തിൽ. എന്തും സംസാരിക്കുക എന്നുള്ളത് നല്ല നിലപാടല്ല. നമ്മൾ സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. അറിവും പക്വതയോടും കൂടിയായിരിക്കണം നമ്മൾ സംസാരിക്കേണ്ടത്. അറിവില്ലാത്ത കാര്യങ്ങൾ നമ്മൾ പറയാൻ പാടുള്ളതല്ല. പൊതുസമൂഹത്തോട് സംവദിക്കുമ്പോൾ പ്രത്യേകിച്ചും നമുക്ക് അറിവുള്ള കാര്യങ്ങൾ മാത്രമേ പറയാൻ പാടുള്ളൂ. അറിവുണ്ട് എന്ന് കരുതി എല്ലാ കാര്യങ്ങളും പറയാനും പാടുള്ളതല്ല. ചിലപ്പോൾ അത് ദോഷമായിരിക്കും. എന്നാൽ അറിവുള്ളതേ സംസാരിക്കാൻ പറ്റുകയുള്ളൂ എന്നതുകൊണ്ട് തന്നെ പറയുന്നു, എപ്പോൾ സംസാരിക്കണം അത് അറിവല്ല, അത് ബുദ്ധിയാണ്. നമ്മൾ ചിന്തിച്ചും സാഹചര്യങ്ങൾ മനസ്സിലാക്കിയും കൊണ്ടായിരിക്കണം സംസാരിക്കേണ്ടത്. അത് ബുദ്ധിയിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ്. എപ്പോഴൊക്കെ, ആരോടൊക്കെ, എങ്ങനെയൊക്കെ സംസാരിക്കണം എന്നുള്ളത് സാഹചര്യങ്ങൾക്കനുസരിച്ചായിരിക്കണം നമ്മൾ സംസാരിക്കേണ്ടത്. അതൊക്കെ ബുദ്ധിയിൽ നിന്ന് ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. അറിവുണ്ടെന്ന് കരുതി ബുദ്ധി ഉണ്ടായിക്കൊള്ളണം എന്നില്ല. ബുദ്ധിയുള്ളവർക്ക് അറിവും ഉണ്ടായിക്കൊള്ളണം എന്നില്ല. രണ്ടും കൂടി സമ്മിശ്രമാകുമ്പോൾ മാത്രമാണ് ഒരാൾ പക്വതയുള്ള ആളായി മാറുക. നമ്മൾ ചിന്തിക്കണം, മനസ്സിലാക്കണം. അപ്പോൾ പലപ്പോഴും ഇന്ന് സംസാരങ്ങൾ അപകടങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. പക്വതയില്ലാത്ത സംസാരങ്ങൾ, സാഹചര്യങ്ങൾക്ക് മനസ്സിലാക്കാതെ സംസാരങ്ങൾ, പ്രസംഗങ്ങൾ ഒക്കെ പലപ്പോഴും പല പ്രശ്നങ്ങളിലേക്കും എത്തിക്കാറുണ്ട്. ഒരാൾ പ്രസംഗിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ മുന്നിലുള്ള ഓഡിയൻസിന്റെ ബുദ്ധിയും കഴിവും ചിന്തയും മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം സംസാരിക്കേണ്ടത്. കുട്ടികളാണെങ്കിൽ കുട്ടികൾക്കിലൂടെ ബുദ്ധിയും പക്വതയും അനുസരിച്ചായിരിക്കണം ഒരാൾ സംസാരിക്കേണ്ടത്. മുതിർന്നവരാകുമ്പോൾ അവരുടെ അറിവും പക്വതയും നോക്കണം. എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും മുന്നിലും വീമ്പിളക്കി പറയാൻ ഉള്ളത് അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക, ചിന്തിക്കുക. സംസാരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം, ഈ ഒരു കാര്യം ഞാൻ ഇവിടെ പറഞ്ഞത് കൊണ്ട് എനിക്ക് വല്ല ഗുണങ്ങളുണ്ടോ ഇല്ലയോ, എന്റെ സമൂഹത്തിൽ, എന്റെ രാജ്യത്തിന്, എന്റെ മത വിശ്വാസങ്ങൾക്ക് ഇത് വല്ല തടസ്സങ്ങളും ഉണ്ടോ, ദോഷം ചെയ്യുമോ എന്ന് ഓരോ സംസാരത്തിലും നമ്മൾ ചിന്തിക്കേണ്ടതായ കാര്യങ്ങളാണ്. ഇതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം സംസാരിക്കേണ്ടത്. ഇന്ന് പലപ്പോഴും പ്രസംഗങ്ങൾ, അതല്ലെങ്കിൽ മറ്റു സംസാരങ്ങൾ എത്രയോ അപകടങ്ങളിലേക്ക് എത്തിച്ച കഥകൾ നമുക്ക് മുന്നിൽ എമ്പാടുമുണ്ട്. അതിൻ്റെ ഉദാഹരണങ്ങൾ ഞാൻ ഇവിടെ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ സ്വയം ചിന്തിക്കുക, മനസ്സിലാക്കുക. അതുകൊണ്ട് വീണ്ടും പറയുന്നു, ചിന്തിക്കുക. സംസാരിക്കുമ്പോൾ ചിന്തകൾ വേണം. ആദ്യം ചിന്ത, എന്നിട്ടായിരിക്കണം സംസാരം. അതല്ലാതെ സംസാരം കഴിഞ്ഞതിന് ശേഷം നാം ചിന്തിച്ചത് കൊണ്ട് കാര്യമില്ല. കയ്യിൽ നിന്ന് വിട്ട അസ്ത്രങ്ങളും നാവിൽ നിന്ന് പുറപ്പെട്ട വാക്കുകളും ഒരുപോലെയാണ്. രണ്ടും തിരിച്ചെടുക്കാൻ സാധിച്ചു കൊള്ളണം എന്നില്ല. അതുകൊണ്ട് അപകടത്തിലേക്ക് നമ്മൾ സ്വയം ചാടരുത്. നാം കാരണം, നമ്മുടെ സംസാരം കാരണം ഒരാളും ഒരു സമൂഹത്തിലും ഒരു പ്രത്യാഘാതങ്ങളും ഉണ്ടാകാൻ പാടില്ല എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പല നേതാക്കളുടെയും വാക്കുകൾ പലപ്പോഴും വളച്ചൊടിക്കാറുണ്ട്. ചിലപ്പോൾ കരുതിക്കൂട്ടി വാക്കുകൾ തെറ്റിച്ചു പറയും. എന്തിനു വേണ്ടി? സമൂഹത്തിൽ ഛിദ്രയുണ്ടാക്കാൻ വേണ്ടി. ഛിദ്രത ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരും മറ്റുമൊക്കെ എന്തെല്ലാമോ വിളിച്ചു പറയും. അവർ ചിന്തിക്കാതെയാണ് സംസാരിക്കുന്നത്. അവർക്ക് ചില ദുരുദ്ദേശങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷേ ആ ദുരുദ്ദേശങ്ങൾ പലപ്പോഴും അപകടങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്, സമൂഹത്തിൽ സ്പർദ്ധ സൃഷ്ടിക്കുന്നുണ്ട് എന്ന് അവർ ചിന്തിക്കുന്നില്ല. സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി സ്പർദ്ധയെ വളർത്തുന്നവർ ചിന്തിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾ, സ്വാർത്ഥ ലാഭങ്ങൾ നേടാൻ ചിലപ്പോൾ സാധിച്ചേക്കാം.
പക്ഷേ അതുമൂലമുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ, സാമൂഹ്യ പ്രത്യാഘാതങ്ങൾ നിങ്ങൾക്ക് ഒരു നിലക്കും തടുക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ചിന്തിക്കുക, ചിന്തിച്ച് നാം സംസാരിക്കുക. നമ്മുടെ സംസാരം മറ്റൊരാൾക്കും അപകടങ്ങൾ ഉണ്ടാക്കുന്നത് ആകരുത്. അറിവുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറയാൻ പാടുള്ളൂ. അറിവില്ലാത്തവർ അവിടെ വീട്ടിൽ നിന്നും കേട്ടതും കണ്ടതും നമ്മൾ വിളിച്ചു പറയുമ്പോൾ പലപ്പോഴും നമ്മൾ തെറ്റിലേക്ക്, അതല്ലെങ്കിൽ നമ്മൾ മറ്റു ആളുകളെ തെറ്റിലേക്ക് എത്തിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി ചിന്തിച്ചും അറിവുള്ളതുമായ കാര്യങ്ങൾ മാത്രം നമ്മൾ സംസാരിക്കുക, നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.